Fisher's theory of intertemporal choice of consumptions. Now first we can discuss what do you mean by intertemporal choice. Intertemporal choice is how people make decisions regarding what to consume and how much to consume in different periods. For a household with a given income, it can either consume today or save today or consume today with interest. This is a intertemporal choice decision that a household have to make. Intertemporal choice എന്ന് പറയുന്നത് ഒരു ഡിസിഷനാണ്. കൺസംഷനെ കുറിച്ചുള്ള ഡിസിഷൻ. എത്രത്തോളം എന്താണ് കൺസ്യൂം ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചും എത്രത്തോളമാണ് കൺസ്യൂം ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചുമാണ് ഇവിടെ ഡിസൈഡ് ചെയ്യപ്പെടുന്നത്. ഈ മോഡലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എർവിൻ ഫിഷറാണ് അത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. The major concern in this theory revolved around a consumption, investment, saving and borrowing. Consumption, investment, saving, borrowing, lending. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത്. ഫിനാൻഷ്യൽ മാർക്കറ്റിൻ്റെ തിയോറി ഡെവലപ്പ് ചെയ്യാനും ഇത് സഹായകമായിട്ടുണ്ട്. He also tried to define how the rational, forward-looking consumer will not only relate his current consumption to current time period. Current consumption current time period ആയിട്ട് എങ്ങനെ റിലേറ്റ് ചെയ്യും എന്നതിനെക്കുറിച്ച് ഇവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് മോഡലിൻ്റെ ഒരു ഇൻട്രഡക്ഷൻ പോലെ നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഇതിനുശേഷം നമുക്ക് ആ മോഡലിൻ്റെ എന്നാണ് അത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. 1930 1930s അദ്ദേഹത്തിൻ്റെ പുസ്തകമായ തിയറി ഓഫ് ഇൻട്രസ്റ്റിലാണ് ഈ ഒരു കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. കെയ്ൻസിനെ സംബന്ധിച്ചിടത്തോളം കൺസംഷൻ ഇസ് റിലേറ്റഡ് ടു കറണ്ട് ഇൻകം. പക്ഷേ ഫിഷറിനെ സംബന്ധിച്ചിടത്തോളം പ്രസൻറ്റ് മാത്രമല്ല, ഹി ഓൾസോ കൺസിഡേർസ് അബൌട്ട് ദ ഫ്യൂച്ചർ ഓൾസോ. The basis of the work is on consumption. The basis in the theory is consumption. It is based on important assumption. What are the assumptions we can see now? Consumers are forward looking and chooses the consumption for the present and future to maximize lifetime satisfaction. Consumers എന്ന് പറയുന്നത് ഫോർവേഡ് ലുക്കിംഗ് ആണ്. അവർ ചൂസ് ചെയ്യുന്നുണ്ട് കൺസംഷൻ പ്രസൻറ്റും അതുപോലെ തന്നെ ഫ്യൂച്ചർ പർപ്പസസിന് വേണ്ടി. ഹിസ് കൺസംഷൻ ഈസ് സബ്ജക്റ്റ് ടു ടോട്ടൽ റിസോഴ്സസ് അവൈലബിൾ ഫോർ പ്രസൻറ്റ് ആൻഡ് ഫ്യൂച്ചർ കൺസംഷൻ. റിസോഴ്സസ് എത്ര അവൈലബിൾ ആണ് എന്നതിനെക്കുറിച്ചാണ് ഇവിടെ മെയിനായിട്ട് പറയുന്നത്. സോ ബേസിക്കലി ഇൻ ഫിഷേഴ്സ് തിയോറി ഹി അസ്യൂംസ് ദാറ്റ് ഇൻഡിവിജ്വൽ ലീവ്സ് ഫോർ 2 ടൈം പീരീഡ്സ് പ്രസൻറ്റ് ആൻഡ് ഫ്യൂച്ചർ. 2 കാലഘട്ടത്തിലാണ് ഇൻഡിവിജ്വൽ ജീവിക്കുന്നത്, പ്രസൻറ്റും അതുപോലെ തന്നെ ഫ്യൂച്ചറും. ആൻഡ് ഓൾസോ ഹി ഡിസൈഡ്സ് ഹൗ ഹി ഒപ്റ്റിമൈസസ് ഹിസ് കൺസംഷൻ ഓവർ ദീസ് 2 ടൈം പീരീഡ്സ്. ഈ 2 ടൈം പീരീഡിൽ എങ്ങനെ ഒപ്റ്റിമൈസ് ചെയ്യുന്നു ബിഹേവിയർ എന്നതിനെക്കുറിച്ചാണ് ഇതിൽ പറയുന്നത്. ഫിഷറിനെ സംബന്ധിച്ചിടത്തോളം ഒരു an individual shifting to current consumption to future, it is based on 4 characteristics. 4 ക്യാരക്ടറിസ്റ്റിക്സിൽ ബേസ് ചെയ്തിട്ടാണ് ഇൻഡിവിജ്വൽസിൻ്റെ ഡിസിഷൻസ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. 1 സൈസ്, 2 ടൈം, 3 കോമ്പോസിഷൻ, 4 റിസ്ക്. സൈസ്, ടൈം, കോമ്പോസിഷൻ, റിസ്ക്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇൻഡിവിജ്വലിൻ്റെ കൺസംഷൻ എന്ന് പറയുന്നത് കറണ്ട് ആണോ വേണ്ടത് ഫ്യൂച്ചർ ആണോ വേണ്ടത് എന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഇതേപോലെ തന്നെ ഫോർസൈറ്റ്, സെൽഫ് കൺട്രോൾ, ഹാബിറ്റ്, എക്സ്പെക്റ്റേഷൻസ് ഓഫ് ലൈഫ്, മോട്ടീവ്, ഈ ഒരു 5 പേഴ്സണൽ ഫാക്ടേഴ്സ്, 4 ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ ആദ്യം പറഞ്ഞു. പിന്നെ ഈ പറഞ്ഞ ഫോർസൈറ്റ് അടക്കമുള്ള 5 പേഴ്സണൽ ഫാക്ടേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ പ്രസൻ്റ് ആണോ ഫ്യൂച്ചർ ആണോ ഡിസൈഡ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. This 2-period optimization problem is given by considering the optimal choice of consumption over time. നമുക്ക് 2 കാലഘട്ടമാണ് ഉള്ളത് എന്ന് പറഞ്ഞു. അപ്പോൾ ഇൻഡിവിജ്വൽസ് ഇൻകം ഏൺ ചെയ്യുന്നുണ്ട്, കൺസ്യൂം ചെയ്യുന്നുണ്ട്. They save by purchasing bond. They have income, they consume, they save in the form of bond, and there is also a rate of interest R. The budget constraint can be written as
Y1, we know it is the income. B0, it denotes the bond, into 1 plus R. R is the rate of interest, is equal to C1 plus B1. So on the left hand side it is shown the income side, and right hand side it is given the consumption side. അപ്പോൾ B2 എന്ന് പറയുന്നത് നമുക്കറിയാം, ബോണ്ടാണ് അതിൽ കാണിക്കുന്നത്. The budget constraint of each period, it can also rewritten as Y1 plus Y2 by 1 plus R plus B into 1 plus R is equal to C1 plus C2 by 1 plus R divided plus B2 by 1 plus R. Why we know current consumption it is the, and future consumption discounted at the rate R. 1 plus R means future consumption that has been discounted, and B into 1 plus R is the value of bond with the interest rate today. B1 plus R എന്ന് പറയുന്നത് വാല്യൂ ആണ്. ഇതിൽ LHS കാണിക്കുന്നത്, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് കാണിക്കുന്നത് കറണ്ട് ഇൻകം, റൈറ്റ് ഹാൻഡ് സൈഡ് കാണിക്കുന്നത് ഡിസ്കൗണ്ടഡ് വാല്യൂ ഓഫ് കറണ്ട് ആൻഡ് ഫ്യൂച്ചർ കൺസംഷൻ അവൈലബിൾ ടു ദ കൺസ്യൂമർ ഓവർ ദ 2 ടൈം പീരീഡ്. ഫ്യൂച്ചർ കൺസംഷൻ എത്രത്തോളം അവൈലബിൾ ആണ്, അതിൻ്റെ ഒരു കറണ്ട് കൺസംഷൻ, ഡിസ്കൗണ്ടഡ് വാല്യൂ ഓഫ് നെക്സ്റ്റ് പീരീഡ്സ് കൺസംഷൻ ആൻഡ് ദ ഡിസ്കൗണ്ടഡ് വാല്യൂ ഓഫ് ദ നെക്സ്റ്റ് പീരീഡ്സ് ബോണ്ട് വാല്യൂ. ഇപ്പോൾ ഡിസ്കൗണ്ടഡ് വാല്യൂ കൺസംഷൻ്റെ മാത്രമല്ല ബോണ്ട് വാല്യൂസും നമ്മൾ പറയുന്നുണ്ട്. Since income is equal to consumption plus saving in both the time period, it will represented in the above. It is well represented. Income എന്ന് പറയുന്നത് കൺസംഷനും സേവിങ്സും ആണ്. അപ്പോൾ in the above equation it also states that present value of lifetime income and initial wealth equals the present value of, അതായത് ഇൻകവും വെൽത്തും എന്ന് പറയുന്നത് എന്തായിട്ട് ഇക്വേറ്റ് ചെയ്യുന്നു, ലൈഫ് ടൈം സ്പെൻഡിങ് ആയിട്ട് ഇക്വേറ്റ് ചെയ്യുന്നു. 2 കാലഘട്ടത്തിൽ ജീവിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു, 1 and 2. Optimal assets in the final period of individual's life will not be positive. അതായത് ഇൻഡിവിജ്വലിൻ്റെ ലാസ്റ്റ് ടൈമിൽ ഈ പറയുന്ന അസറ്റുകളുടെ ഇതെന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കില്ല. കടം വരുത്താൻ സമ്മതിക്കില്ല. അതായത് ഇൻഡിവിജ്വൽസ് ആർ നോട്ട് അലൗഡ് ടു ലീവ് ബിഹൈൻഡ് ഡെറ്റ്. ഇൻ ഇക്വിലിബ്രിയം ഈച്ച് ജനറേഷൻ ഇസ് ദെയർഫോർ ബോൺ വിത്ത് സീറോ വെൽത്ത്. വെൽത്തിൻ്റെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് 0 ആയിട്ടാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. ഇനി ഇൻ്റർടെമ്പറൽ ബഡ്ജറ്റ് കൺസ്ട്രെയിൻ്റെ ഫോർമുല ഒന്നും കൂടി സിംപ്ലിഫൈ ചെയ്ത് y1 plus y2 by 1 plus r is equal to C1 plus C2 divided by 1 plus R. In this diagram we can see in the x-axis current consumption, y-axis future consumption, and the slope is the here it is shown x-axis C1 y1 and y-axis C2 y2. The slope minus 1 plus r, it shows or it tells us how much of the next period consumption he will have to give up to have one more of current period's consumption. എത്രത്തോളം ഒരു പീരീഡ് കൺസംഷൻ ഗീവ് അപ്പ് ചെയ്യണം എന്നുള്ളതാണ് ഇതിൽ മെയിനായിട്ട് പറയുന്നത്. The negative sign shows the substitution that we know, and he can either consume today or consume in the next period along with the interest. Then points are there, y1, yc1, like this points are there. The optimal choice depends on the preference over consuming in the first or second period of their life. What all things that they like. Here also there includes diminishing margin, a diminishing marginal utility, that is he wants to consume in both the periods, so wants an interior solution. In both periods he want to consume, so there is a need of an interior solution. He does not want to consume all today and have nothing in the next period time, that we know. This shows some complementarity between consumption today and consumption tomorrow. So there is some kind of complementarity in this case. Preference are shown to the convex to the origin to
inculcate this very characteristics of consumers' consumption behavior between two time periods. So preferences, it has been convex to show this kind of behavior of the consumers. Since individuals prefer to smooth consumption between time periods, indifference curve in the above figure are therefore negatively sloped. So smooth consumptions are being required by the individuals. So they definitely, what they do is that their slopes are negative and convex to the origin. These are the points that we have to be included in the intertemporal choice mode. So thank you all.